നമസ്കാരം. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തി കേന്ദ്ര ബജറ്റ്. 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. 3 മുതൽ 7 ലക്ഷം വരെയുള്ളവർക്ക് 5%, 7 മുതൽ 10 ലക്ഷം വരെയുള്ളവർ 10% നികുതി അടയ്ക്കണം. 10 മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് 15%, 12 മുതൽ 15 ലക്ഷം വരെയുള്ളവർക്ക് 20%, 15 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30%മാണ് പുതിയ ആദായ നികുതി നിരക്ക്. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 ആക്കി. ഈ മാറ്റത്തിലൂടെ പുതിയ നികുതി സമ്പ്രദായത്തിൽ 17,500 രൂപ വരെ ലാഭിക്കാം. അതേസമയം വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 35%ആക്കി കുറച്ചിട്ടുണ്ട്. നേരത്തെ 40%ആയിരുന്നു കോർപ്പറേറ്റ് നികുതി. ഇതിലൂടെ വിദേശ കമ്പനികൾക്ക് നേട്ടം കൊയ്യാനാകും. ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കാൻ നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ തൊഴിൽ നേട്ടവും ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു. കൂടാതെ സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കുള്ള ഏഞ്ചൽ ടാക്സ് റദ്ദാക്കി. 2012-ലാണ് ഈ നികുതി നിലവിൽ വന്നത്. സാമ്പത്തികേതര ആസ്തികളുടെ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള നികുതി 12.5%-ആയി ഉയർത്തിയിട്ടുണ്ട്.